ഹലോ, നമ്മുടെ ചിറ്റാഴപ്പള്ളിയുടെ നാളത്തെ ഫുഡ് ഫെസ്റ്റിവലോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് വൈകിട്ട് നടത്തുന്ന പ്രിപ്പറേഷൻ്റെ ഒരു ചെറിയ ഒരു വിവരണമാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ പള്ളിയിലെ ഇടവക അംഗങ്ങളെല്ലാം തന്നെ ഒത്തുചേർന്ന് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഓരോരുത്തരായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ശാലി, ഇവിടെ എന്താണ് ഇവിടെ ബീഫ് കറി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, വെന്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂട്ടെല്ലാം ചേർത്ത് അതെല്ലാം ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ ഒരു എത്താറായിട്ടുണ്ട്, വരുന്നുണ്ട്. അപ്പൊ അത് ശാലിയാണ് അത് നമ്മുടെ ബീഫ് കറി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതെന്താണ് രണ്ടാമത്തെ ഭാഗം അവിടെയാണ്. ഇത് കപ്പ ബിരിയാണിക്ക് വേണ്ടിയുള്ള ബീഫ് കറിയാണ്. ബീഫാണ് ഇത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ, അതായത് ചക്കിലായിട്ട് വെളിച്ചെണ്ണയിൽ ചേർത്ത് നമ്മുടെ തനതായ രുചിക്കൂട്ടുകളോടുകൂടി ചേർത്ത് ചെയ്യുന്ന വിഭവമാണ് ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണിയുടെ ഓക്കെ. ഇനി ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ സാർ ഇവിടെ എന്താണ് ഫ്രൈ ചെയ്യുന്നത്? തേങ്ങാക്കൊത്ത് ഓരോ ഐറ്റങ്ങൾ നമ്മൾ റെഡിയായി. ഇവിടെ എന്ത് ചെയ്യുന്നു? ബിരിയാണി ഞാൻ ബിരിയാണിക്കുള്ള പുതിന നടാൻ പോവാണ്. പുതിനയും മല്ലിയിലയും റെഡിയാക്കുവാണ്. ഓക്കെ. സാർ ഇവിടെ എന്ത് ചെയ്യുന്നു? സെൻറ് തോമസ് ചിറ്റാഴ സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ വകയായിട്ട് നടത്തുന്ന ഫുഡ് ഫെസ്റ്റിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷനാണിത്. ആ പള്ളിയിൽ ചെറുപ്പക്കാരായ പിള്ളേർ ഇവിടെ കൂടിക്കൊണ്ട് ഓരോ ഫുഡ് ഐറ്റംസിനും ഇവിടെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ ഓരോ ചിക്കൻ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോഴ് ബീഫ് വെന്ത് വരുന്നു, ചിക്കൻ വെന്ത് വരുന്നു. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിക്കൻ ബിരിയാണിക്ക്, ബീഫിന്, അതുപോലെ ഇവിടെ ആ കാണുന്ന ബീഫ് വറക്കുകയാണ്. കപ്പ ബിരിയാണി ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ വറുത്താണ് ഉണ്ടാക്കുന്നത്. അത് ഫാമിലെ ചിക്കനാണ്. ഇതിനകത്ത് കെമിക്കലൊന്നും ഉള്ളത് ഏത് ഫാമിലിയാണെന്ന് അതിനൊരു പേരുണ്ടല്ലോ. ചക്കിലാട്ടി വെളിച്ചെണ്ണയ്ക്കകത്താണ് പറയുന്നത്. ഇനി ആരാണ് ഇവിടെ എന്താണ് ഇവിടെ എന്താ പരിപാടി? കപ്പ ബിരിയാണിക്കും കപ്പയ്ക്കുമുള്ള കപ്പ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കാരണം ഇത് ഒരു വെറൈറ്റിയാണ്. കാരണം ഈ കപ്പ വെളുത്തതും ഈ കപ്പ മഞ്ഞ കളറുമാണ്. ഇത് രണ്ട് ബനാന കപ്പയാണ്. ഇത് നമ്മൾ കപ്പ ബിരിയാണിക്ക് വേണ്ടി